കേരള പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയാമോ? പുരാതന കാലത്ത് കുമാരപുരം എന്നായിരുന്നു ഹരിപ്പാടിന്റെ പേര്. ഇന്നത്തെ ക്ഷേത്രത്തിന് തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന കീഴ്തൃക്കോവിൽ ക്ഷേത്രമായിരുന്നു. ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യൻ പ്രധാന പ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിന് സമീപം ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിക്കുവാനും അവിടെ അയ്യപ്പനെ പ്രതിഷ്ഠിക്കുവാനും കുമാരപുരത്തെ നാട്ടുപ്രമാണികൾ തീരുമാനിച്ചു. അതിനായി പല നാടുകളിൽ നിന്നും വിദഗ്ധരായ പണിക്കാരെ കൊണ്ടുവരികയും ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠയ്ക്കും മറ്റ് ചടങ്ങുകൾക്കുമായി നാട്ടുകാരായ ഭക്തർ ഒരുങ്ങി. അങ്ങനെയിരിക്കുന്ന സമയത്ത് എല്ലാ പ്രമാണികൾക്കും ഒരേ സമയം ഒരു സ്വപ്നദർശനമുണ്ടായി. ദിവ്യനായ ഒരു സന്യാസി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പുതിയ ക്ഷേത്രത്തിൽ അയ്യപ്പനെയല്ല സുബ്രഹ്മണ്യനെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നതായിരുന്നു സ്വപ്നം. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹം കായംകുളം കായൽ ജലാധിവാസമേറ്റ് കിടപ്പുണ്ടെന്നും അത് ത്രേതായുഗത്തിൽ പരശുരാമന്റെ പൂജയേറ്റ് വാങ്ങിയതാണെന്നും കായലിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് നീർച്ചുഴികളും പുഷ്പങ്ങളും കാണാമെന്നും അവിടെ മുങ്ങിയാൽ വിഗ്രഹം കിട്ടുമെന്നും സന്യാസി പറഞ്ഞു. അതനുസരിച്ച് പിറ്റേ ദിവസം പ്രമാണിമാർ ഒരുമിച്ച് പുറപ്പെട്ടു. സ്വപ്നത്തിൽ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നീർച്ചുഴികളും പുഷ്പങ്ങളും വലം വെക്കുന്നത് കാണുകയുണ്ടായി. സഹായികൾ ഇറങ്ങി മുങ്ങിത്തപ്പാൻ ആരംഭിച്ചു. അധികം വൈകാതെ സുബ്രഹ്മണ്യ വിഗ്രഹം കണ്ടെത്തി. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്തിന് കണ്ടല്ലൂർ എന്നു പേര് വരികയും പിന്നീട് ലോപിച്ച് കണ്ടല്ലൂർ എന്നായി മാറുകയും ചെയ്തു. തുടർന്ന് പ്രമാണികളും സഹായികളും കൂടി വിഗ്രഹം കൊണ്ട് കുമാരപുരത്തേക്ക് പുറപ്പെട്ടു. പമ്പാ നദിയുടെ കൈവഴിയായ പായിപ്പാട്ടാറ്റിലൂടെ 3ഓളം വള്ളങ്ങളിലായാണ് യാത്ര നടത്തിയത്. ഈ യാത്രയുടെ സ്മരണയ്ക്കായാണ് ഇന്നും ചിങ്ങമാസത്തിലെ ചതയം നാളിൽ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി നടത്തിവരുന്നത്. കുമാരപുരത്തെ ക്ഷേത്രത്തിൽ വിഗ്രഹം എത്തിക്കുന്നതിന് അല്പം മുമ്പ് ഒരു സ്ഥലത്ത് വിഗ്രഹം ഇറക്കി വെച്ച് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് അരനാഴിക നേരം വിശ്രമിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ അവിടെയും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉയർന്നു. അതിന്ന് അരനാഴിക ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ശേഷം ക്ഷേത്രത്തിൽ എത്തിച്ച വിഗ്രഹം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം സകലവിധ താന്ത്രിക ചടങ്ങുകളോടെയും പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ സമയത്ത് ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് പരശുരാമൻ ആയിരുന്നുവെന്നും അദ്ദേഹമാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും പറയപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമന്റെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപ്പാദപുരം എന്നും കാലാന്തരത്തിൽ ഹരിപ്പാട് എന്നും അറിയപ്പെടാൻ തുടങ്ങി.